ചെന്നൈയുടെ പഴയ ഇലാക്കയിൽ ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു, കുക്കൂർ മുത്തേലേ. അവിടെ ഒരു പഴയ കടയുണ്ടായിരുന്നു. പാതി കത്തിയതും പാതി ഇറങ്ങിയതുമായ അതിന്റെ പേരാണ് രജുവിന്റെ രുചിയുള്ള ദോശവട. ആ കടയുടെ മുതലാളി വഴക്കാളിയും വായാടിയും പിന്നെ സ്വപ്നങ്ങൾ നിറഞ്ഞ നമ്മളുടെ പൂ പോലത്തെ നമ്മുടെ രജു. അവളുടെ സ്വപ്നം എന്താണെന്നാൽ അവളുടെ ദോശ സെന്ററിനെ ഇന്ത്യ മുഴുവൻ പ്രസിദ്ധമാക്കണമെന്നത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകുന്ന രുചിയുള്ള നല്ല ദോശ കഴിക്കാനായി വരൂ. രഞ്ജു, രഞ്ജു. അയ്യോ സോറി അച്ഛാ, അത് നിങ്ങൾക്ക് വേണ്ടി ചൂടുള്ള ദോശ ഉണ്ടാക്കുകയായിരുന്നു. എന്ത് ദോശയാണ് ഉണ്ടാക്കുന്നത്? നീ ദോശ ഉണ്ടാക്കുന്നതോ? ഇതാണ് നിന്റെ ദോശ? ഷടാ, ഇത് ചട്നിയാണോ അല്ല ചോക്ലേറ്റ് കുളമോ? അതിൽ തേങ്ങയാണ് ഉണ്ടാവണം, തേങ്ങ. അയ്യോ അച്ഛാ, ഇത് എന്റെ എക്സ്പെരിമെന്റ് ആണ് അച്ഛാ. വായടയ്ക്ക്, ഏതൊരു എക്സ്പെരിമെന്റും വേണ്ട, പിന്നെ ഒരു ദോശയും വേണ്ട. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പെണ്ണുകൾ ഇതുപോലെ ജോലി ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. നീ പോ, വീട്ടിലേക്ക് പോ, വീട്ടെ നോക്ക്. കല്യാണത്തിന് ശേഷം ഇതാണ് ചെയ്യണം, ഇതുപോലെ ദോശ സെന്റർ ഒന്നും അല്ല. ചെല്ലേ. അയ്യോ അച്ഛാ, പാവം രജു തന്റെ ദോശ സെന്റർ ഇന്ത്യ മുഴുവൻ ഓപ്പൺ ചെയ്യണമെന്ന് കരുതി. പക്ഷെ അവളുടെ അച്ഛൻ ഇതെല്ലാം കളഞ്ഞിട്ട് വീട്ടിലെ പണികൾ ചെയ്യാനായി പറഞ്ഞു. അവളുടെ അച്ഛന്റെ പഴയ ചിന്ത കാരണം അവൾക്ക് മുന്നേറാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ദൈവത്തിനു മാത്രമേ രജുവിനെ ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കാനാകൂ. എന്റെ ദൈവമേ, നിങ്ങൾക്കറിയാമല്ലോ, എന്റെ ദോശ സെന്റർ ഇന്ത്യ മുഴുവൻ ഞാൻ പ്രസിദ്ധമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതെന്താ എന്റെ അച്ഛൻ മനസ്സിലാക്കാത്തത്? എന്റെ ദൈവമേ, എനിക്ക് വീട്ടു ജോലി ചെയ്യാൻ തീരെ ഇഷ്ടമില്ല. എനിക്ക് വെറൈറ്റി ദോശകൾ ചെയ്യാൻ അറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് സഹായം ചോദിക്കുന്നത്. പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ. രജുവിന്റെ പ്രാർത്ഥന ഇതാണ്. പക്ഷെ ഇത്രയും പ്രശ്നമുണ്ടായിട്ടും അവൾ തോൽവി സമ്മതിച്ചില്ല. അച്ഛന്റെ സന്തോഷത്തിനായി അവൾ പഠിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ചെറുതായി ദോശ സെന്ററും അവൾ നടത്തിക്കൊണ്ടുവന്നു. അയ്യോ എന്റെ ദൈവമേ, ഈ മഴ ഇതെവിടെന്നാ വന്നത്? ഇത് മഴക്കാലമൊന്നുമല്ലല്ലോ. പെട്ടെന്ന് പെയ്ത മഴ കാരണം രജു ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോഴാണ് അവൾ കണ്ടത്, ദൂരെ ആരോ ഒരാൾ നനഞ്ഞുകൊണ്ടിരുന്നു. സാർ, സാർ, നിങ്ങൾ എന്തിനാ അവിടെ നനഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട്. അയാൾ അവിടെ നിന്നും രജുവിന്റെ കടയിലേക്ക് ഓടി വന്നു. അയ്യോ, നിങ്ങൾക്ക് ജലദോഷം പിടിച്ചല്ലോ. അതെ, പിന്നെ ഈ ജലദോഷം വളരെ അധികമായി പോയി. സാരമില്ല, വിട്ടേക്ക്. ഞാൻ നിങ്ങൾക്കിപ്പോൾ ചൂടുള്ള ചായ ഇട്ട് തരാം. അതൊക്കെ ശരി, നിങ്ങൾ ആരാണ്? എവിടെ നിന്നാ വരുന്നത്? ഞാൻ ഇവിടെ ചുറ്റി നോക്കാൻ വന്നതാണ്. തനിയായിട്ട് സോളോ ട്രിപ്പിലാണ്. പക്ഷേ പെട്ടെന്ന് ഈ മഴ വന്ന് എൻ്റെ മുഴുവൻ പ്ലാനെയും നശിപ്പിച്ചു. ഇപ്പോൾ എന്നെ കൊണ്ട് ചുറ്റി നോക്കാൻ പറ്റില്ല. പക്ഷേ ശരി, എനിക്കിപ്പോൾ നിൽക്കാൻ ഒരു സ്ഥലം കിട്ടിയല്ലോ. അയ്യോ, നിൽക്കാൻ മാത്രമല്ല, കഴിക്കാൻ വേണ്ടിയുമാണ്. ഇതാ നിങ്ങൾക്ക് ചൂടുള്ള ചായയും പിന്നെ ചൂടുള്ള ദോശയും. അല്ല, നിങ്ങളെന്താ അങ്ങനെ നോക്കുന്നേ? കഴിക്ക്. ശരിക്കും ഇത് ദോശയാണോ? അതെ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആക്ച്വലി രജുവിന് അവളുടെ കഴിവിനെ കുറിച്ച് നല്ല വിശ്വാസമായിരുന്നു. പക്ഷേ രാജ് ആ ദോശ കണ്ടല്ലോ, അത് കണ്ടിട്ട് അവൻ ഞെട്ടി നിന്നു. രജു മാഡം, നിങ്ങൾ ഇപ്പോൾ തന്നത് എന്താണ്? അയ്യോ, എന്താണ് ഈ പറയുന്നത്? ഞാൻ എന്താണ് തന്നത്? ദോശയല്ലേ തന്നത്. ഞാൻ ഇതുവരെ എത്രയോ ദോശകൾ കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല. ഞാൻ ഇത് കാണുമ്പോൾ എനിക്ക് വളരെ പേടിയായിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും പ്രശ്നം? നീ എന്താ പറഞ്ഞേ? അല്ല, ഒന്നുമല്ല, ഞാൻ കഴിക്കുന്നു. രജുവിനെ കണ്ട് പേടിച്ച് രാജ് ദീർഘശ്വാസം വലിച്ചു. ദൈവത്തെ വിശ്വസിച്ച് അവൻ ഒരു വായെടുത്തു വെച്ചു. അവൻ അതിശയിച്ചു പോയി. ഷടാ, ഇതെന്താണ്? ഈ ദോശ വന്ന് ഈ ദോശയ്ക്ക് എന്താ പ്രശ്നം? ഈ ദോശ അടിപൊളിയായിട്ടുണ്ട്. എന്ത്, നേരാണോ? അതെ, ഈ ദോശ, ഇതിനെപ്പറ്റി ഞാൻ എന്താ പറയാനാ? ഇതുപോലുള്ള രുചിനെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. എൻ്റെ മനസ്സ് പറയുന്നു, ഈ ദോശ ചെയ്തവരുടെ കൈയിനെ തൊട്ട് വണങ്ങണമെന്ന്. അതെയോ? ശരി, ദാ തൊട്ടു നോക്കൂ. എന്താ? അയ്യോ, നീയല്ലേ പറഞ്ഞത് ആരീ ദോശ ചെയ്തോ അവരുടെ കൈ തൊട്ടു നോക്കണമെന്ന്? രജു ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ട് രാജ് ഒന്നും മിണ്ടാതെ നിന്നു. ശരി, അത് നിങ്ങൾക്ക് ഇത്രയും ടാലന്റ് ഉണ്ട്, പിന്നെ എന്തിനാ ഇതിൻ്റെ വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടാത്തത്? എന്ത് സോഷ്യൽ മീഡിയയോ? എന്നാൽ ഞാൻ ഫേമസ് ആകുമല്ലേ? തീർച്ചയായും, കാരണം നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ ദോശ തീർച്ചയായും ഫേമസ് ആവേണ്ടതാണ്.
രാജു പറഞ്ഞത് കേട്ടിട്ട് രജുവിനെ ആകാശത്തിനെ തൊട്ടതുപോലെ തോന്നി. രാജു തന്റെ മൊബൈൽ ഉപയോഗിച്ച് രജുവിന്റെ ദോശ വീഡിയോ എടുക്കാൻ തുടങ്ങി. ഹായ് കൂട്ടുകാരെ, നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്യുകയാണ് എന്റെ രുചികരമായ ചോക്ലേറ്റ് ദോശ കഴിക്കാനായി. സ്വാഗതം 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 ഗൈസ്. രജു മാഡം, മതി മതി. ഇത്രയും സ്വാഗതങ്ങൾ വേണ്ട. നമ്മൾ ആദ്യം റെസിപ്പിനെ കുറിച്ച് പറയാം. ഓക്കെ ശരി കൂട്ടുകാരെ, ആദ്യം ഒരു പാത്രത്തിൽ അരച്ച ദോശമാവ് എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒഴിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇതിപ്പോൾ നന്നായി കലക്കി ദോശക്കല്ലിലേക്ക് ഒഴിക്കാം. രജു വളരെ ആഗ്രഹത്തോടെ ദോശ ഒഴിക്കുകയായിരുന്നു. ഇതുവരെ അവൾ ഇതുപോലെ ആത്മവിശ്വാസമായിരുന്നത് അവൾ ഉണർന്നിട്ടേ ഇല്ല. അയ്യോ, ദേ നോക്കൂ, എന്റെ രുചികരമായ ചോക്ലേറ്റ് ദോശ റെഡി ആയിരിക്കുന്നു. ഇപ്പോൾ ഇതിനു മുകളിൽ ക്രഷ്ഡ് റെഡ് ചില്ലി, ബദാം കൊണ്ട് അലങ്കരിക്കാം. പിന്നെ ഈ തേങ്ങാ ചമ്മന്തിയിൽ ഡാർക്ക് ചോക്ലേറ്റ് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം. സോ കൂട്ടുകാരെ, ഇതോ നിങ്ങൾക്ക് വേണ്ടി രജു സ്പെഷ്യൽ രുചികരമായ ചോക്ലേറ്റ് ദോശ. ഇതാ, പെട്ടെന്ന് കഴിക്കൂ. വാവ്, അടിപൊളിയാണ് രജു മാഡം. നിങ്ങൾ റെസിപ്പിനെ വളരെ നന്നായിട്ട് പഠിപ്പിക്കുന്നു. പിന്നെ വീഡിയോവും വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കാണൂ, ഈ വീഡിയോ ഈ ലോകത്തിൽ തന്നെ നിങ്ങളെ ഫേമസ് ആക്കാൻ പോകുന്നു. എന്ത്, നേരാണോ? നേരാണ് റജ്ജി. അയ്യോ അച്ഛാ, നിങ്ങൾ ഇവിടെയോ? അതെ, ഞാൻ ഇവിടെ തന്നെ. പക്ഷേ ഇവിടെ എന്താ നടക്കുന്നത്? അതും മാറുന്ന അറിയാത്ത ഈ പയ്യന്റെ കൂടെ. അയ്യോ ഇല്ല അച്ഛാ, ഇദ്ദേഹം എന്നെ സഹായിക്കുകയായിരുന്നു. എന്റെ രുചികരമായ ചോക്ലേറ്റ് ദോശ ഉണ്ടാക്കുന്നത് വീഡിയോ എടുക്കുകയായിരുന്നു. എന്താ, മുളക് ചോക്ലേറ്റ് ദോശ ഉണ്ടാക്കുന്ന വീഡിയോ ആണോ? റജ്ജോ, ഇപ്പോൾ ഞാൻ നിന്നെ എന്ത് ചെയ്യാനാ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്കിതെല്ലാം ഇഷ്ടമില്ല. വാ എൻ്റെ കൂടെ, വീട്ടിലേക്ക് വാ. അവസാനം പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. രജുവിന്റെ അച്ഛന് എല്ലാ കാര്യവും മനസ്സിലായി. അദ്ദേഹം അവളെ റൂമിൽ വെച്ച് പൂട്ടി വെച്ചു. പാവം രജുവിന് ഒന്നും ചെയ്യാനായില്ല. എനിക്ക് മാത്രം എന്തിനാ ഇങ്ങനെ സംഭവിക്കുന്നത്? സ്വപ്നം കാണുന്നത് ഒരു തെറ്റാണോ? അച്ഛന്റെ ഇങ്ങനത്തെ പ്രവൃത്തി കാരണം രജു ആകെ വിഷമത്തിലായി. അവൾക്കൊന്നും തന്നെ മനസ്സിലായില്ല. എന്തിന് അവൾക്ക് ഇതുപോലും അറിയില്ല രാജു ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടോ ഇല്ലയോ എന്ന്. ഇപ്പോൾ അവൾ വീട്ടിലെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. അച്ഛാ, ചായ. നിന്റെ ദോശ സെന്ററും നീ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നിന്റെ ആലോചനയിൽ നിന്ന് മാറിയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ശരി അച്ഛാ. പെറുപ്പോടെ രജു മുഖം താഴ്ത്തിക്കൊണ്ട് അകത്തേക്ക് പോയി. അപ്പോഴാണ് ദൂരെ നിന്നും രാജു ഓടി വന്നത്. റജ്ജു, റജ്ജു, റജ്ജു മാഡം, ഈ ചെറുക്കൻ ഇവിടെ എന്താ ചെയ്യുന്നു? അയ്യോ, അതൊന്നും എനിക്ക് അറിയില്ല സാറേ. റജ്ജു മാഡം, നിങ്ങൾ എവിടെ പോയി? നിങ്ങളുടെ ദോശ സെൻറ്ററും ഇന്ന് അവിടെ കാണുന്നില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തുകൊണ്ടിരുന്നു. ഈ ചെറുക്കൻ, നീ എന്തിനാ ഇവിടെ വന്നത്? ആദ്യം ഇവിടെ നിന്ന് പോ, പുറത്ത് പോ ഇവിടെ നിന്ന്. ഇല്ല, ഞാൻ ഇവിടെ നിന്ന് പോയില്ല. റജ്ജു മാഡം, നിങ്ങൾക്കറിയോ, നിങ്ങളുടെ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇട്ടു. അതിനെ എത്രയോ മക്കൾ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ലാതെ അതിൽ വളരെ കമൻസും വന്നിട്ടുണ്ട്. എന്ത്, നേരാണോ? ശരി, അതിനെന്താ? ഇവിടെ നോക്ക്, ഇതെല്ലാം എനിക്ക് കേൾക്കണ്ട. നീ ഇവിടെ നിന്ന് പോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ നിന്ന് പോയില്ല. രജു മാഡം, നിങ്ങളുടെ സ്വപ്നമുണ്ടല്ലോ, നിങ്ങളുടെ ആ ദോശ സെൻറ്ററിനെ മൊത്തം ഇന്ത്യയിലും പ്രസിദ്ധമാക്കണമെന്ന്. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങളുടെ സ്വപ്നം നിജമാവാൻ പോകുന്നു. മുംബൈയിലുള്ള ഒരു വലിയ ഹോട്ടലിൽ നിന്നും നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. അവർ നിങ്ങളുടെ ദോശയെ അവരുടെ ഹോട്ടലിൽ ഫേമസ് ആക്കാൻ നോക്കുന്നു. എന്ത്, നേരാണോ? അതെ, ഇപ്പോൾ ഇവരിനെ തടയില്ലേ. റജ്ജു മാഡം വളരെ തിറമശാലിയാണ്. അവരിനെ മുൻപിലോട്ട് അഴിച്ചേക്ക്. രാജു പറഞ്ഞത് കേട്ടതും രജുവിന്റെ അച്ഛന്റെ മനസ്സ് അലിയാൻ തുടങ്ങി. അദ്ദേഹത്തിന് മനസ്സിലായി രജുവിനെ വീട്ടിൽ അടച്ചു വെക്കാൻ പറ്റില്ല എന്ന്. അവളുടെ സ്വപ്നം നിറവേറ്റാനായി അവളെ സഹായിക്കണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നാലേ അവളുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകുമെന്ന്. ശരി രജു, നീ മുംബൈയിലേക്ക് പോ. ഞാൻ ഇവിടെ എല്ലാവറ്റിനും നോക്കിക്കൊള്ളാം. അയ്യോ അച്ഛാ, താങ്ക് യു.